മഴയൊന്നും ഇല്ലാത്ത തക്കം നോക്കി ഒരു വിജനമായ സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ കയറി. രാവിലെ കഴിച്ച പോലെ തന്നെ ബാഗിൽ നിന്നും ഫുഡ് എടുത്ത് നേരെ ബാഗിന്റെ മുകളിലേക്ക് വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും ചപ്പാത്തിയും ചിക്കൻ കറിയും തന്നെയാണ്. അങ്ങനെ ഈ ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ എന്നെ തേടി വന്നത്. സംഭവം പറഞ്ഞാൽ എനിക്ക് തന്നെ ആ ഫുഡ് തികഞ്ഞില്ലായിരുന്നു. ഇവരാണെങ്കിൽ 4 പേരും ഉണ്ട്. അപ്പൊ തൽക്കാലം ഞാൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ കഴിച്ചതിന്റെ ചെറിയൊരു എല്ലും കഷ്ണം ഞാൻ അവിടെ ഇട്ടുകൊടുത്തപ്പോ ആദ്യം അവര് പേടിച്ചോടി. പിന്നീട് അത് അവൻ കഴിക്കാൻ വന്നു. എല്ല് കടിച്ചു പൊട്ടിക്കുന്ന ആ സൗണ്ട് എന്റെ ചെവി കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പീസും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ കാത്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കഴിച്ചത് മൊത്തം തീരുകയും ചെയ്തു. ഗൈസ്, കുറച്ച് നാളുകളായിട്ട് സ്വിഗ്ഗിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഭയങ്കരമായിട്ട് ഓർഡറൊക്കെ ചവിട്ടിയിട്ടാണ് സ്വിഗ്ഗി തരുന്നത്. ഇനി സ്വിഗ്ഗി അങ്ങനെ തന്നിട്ടാണോ അതല്ലെങ്കിൽ ഓർഡർ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഏണിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര മോശം അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ 1 മണിക്കാണ് ആദ്യത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് പോലും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്നലെ ടോട്ടൽ കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത്, അതായത് മഴയുടെ ബോണസ് ഇല്ലാതെ ഓർഡർ ഏണിങ്സ് മാത്രമായിട്ട് എനിക്ക് കിട്ടിയത് 370 രൂപയാണ്. അപ്പോൾ മഴ ഇല്ലെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. ഇനി മഴയും കൂടെ ചേർത്ത് 250 രൂപ മഴയും കൂടെ ചേർത്തുണ്ട്. അതുകൂടാതെ 130 രൂപ ഇൻസെൻറ്റീവ് കൂടെ ചേർത്ത് 750 രൂപ കിട്ടി. ഈ 750 രൂപയിൽ 250 രൂപ മഴയാണല്ലോ. അപ്പോൾ ടോട്ടലി ഇന്നലെ കിട്ടിയത് 500 രൂപയാണ്. 80 കിലോമീറ്ററാണ് ഞാൻ ഓടിയിട്ടുള്ളത്. 90 കിലോമീറ്ററാണ് ഞാൻ ഓടിയിട്ടുള്ളത്. 180 രൂപയുടെ പെട്രോൾ എനിക്ക് വേണം. സോ ഈ 500 രൂപയിൽ നിന്നും, അതായത് മഴയുടെ ബോണസ് ഒഴിച്ച് കഴിഞ്ഞാൽ 500 രൂപയാണ് ഉണ്ടാവുക. 500 രൂപയിൽ നിന്നും ഈ 180-200 രൂപയുടെ പെട്രോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എനിക്ക് കിട്ടുന്നത് 300 രൂപയാണ്. അതിനകത്ത് 50 രൂപ ഫുഡ് എക്സ്പെൻസും കൂടെ കുറച്ചിട്ടുണ്ടെങ്കിൽ 250 രൂപ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. സാധാരണ മഴയത്തൊക്കെ 1000, 1500, 2000 ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.